കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ക്രിസ്മസിന് വീട്ടിൽ പോകണ ഒരു പോക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പോകുമ്പോൾ ആർക്കും വലിയ ഹാപ്പി ആയിട്ടൊന്നല്ല കേട്ടോ പോണത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ തിരിച്ചു വരും. അത് കാരണം ആർക്കും വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോയി നമ്മളവിടെ ചെല്ലുമ്പോൾ അനീത്തി ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ വന്നിട്ട് ബിരിയാണി അപ്പോൾ വരേണ്ട കാര്യം നമ്മൾ കുറച്ച് നേരം വൈകി, കാരണം അനീത്തി ചിക്കൻ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെന്നതിൻ്റെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ചെന്ന വശം തന്നെ നമ്മുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്തിട്ടു, ചിക്കൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ബിരിയാണി വെക്കാൻ. അപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കള്ളപ്പം മുറിച്ച് തന്നു. അപ്പോൾ അത് എല്ലാവരും നമ്മുടെ അടുക്കളയിലാണ് എല്ലാവരും വന്നാൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലം. അപ്പോൾ ബിനിശേട്ടുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഇവിടെ അടുക്കളയിലുണ്ട് കേട്ടോ. ഓരോരുത്തർ അവരാരെ വയറ് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാചകം അപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നതേ ബിരിയാണിക്ക് വേണ്ട അരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് തീറ്റി നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പാചകം നടക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണി വെക്കേണ്ട പരിപാടികളൊന്നും നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കേക്ക് മുറിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പ്ലം കേക്ക് അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രീം കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രീം തന്നെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പ്ലം നമുക്ക് പഴഞ്ചൻ ആൾക്കാർക്കാണ് വലിയ താല്പര്യം, കുട്ടികൾക്കൊക്കെ ക്രീമിനോടാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. പാചകം അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് മുറിച്ച് അവസാനം നിവേദ്യം അതിനെ തട്ടിയിട്ടു. മുറിക്കാൻ 4 ആളും കൂടി മുറിക്കാനുള്ള അടിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിച്ച് എല്ലാവരും കൂടിയിട്ട് കഴിച്ചു. ക്രിസ്മസൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇനിയിപ്പോൾ അപ്പോൾ പ്ലം കേക്കൊക്കെയാണ് അച്ഛന് ഇഷ്ടം. മധുരമൊന്നും അങ്ങനെ പറ്റില്ലല്ലോ, അവർക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പ്ലം കേക്കിൻ്റെ ആരാധകർ കുറച്ച് പേരുണ്ട്, ക്രീമിൻ്റെ ആരാധകർ കുറച്ച് പേരുണ്ട്. കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കലും തിരക്കും തിരുവാതിരയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടാണ്. അപ്പോൾ ഫുൾ ഫുഡടിയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സ്ഥലം നമ്മുടെ മേശയുമില്ല. അപ്പോൾ കുട്ടികളും മേമയും പാപ്പനും ഒക്കെ എല്ലാവരും ഒരു ട്രിപ്പിരുന്ന് കഴിച്ചു. നമ്മൾ അടുത്ത പന്തിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ അടുപ്പിൽ വേറൊരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് നിവേദ്യമോൾ NSS ക്യാമ്പിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ അവിടെ പെയിൻറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ വരും ഇവിടെ വരും, ഭക്ഷണം കഴിക്കലും എല്ലാം കൂടിയിട്ട് പരിപാടിയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ആ വശം കൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ഇരിക്കും, കുറച്ച് പേര് മറച്ചിടാൻ നിൽക്കും. ഒറ്റ ട്രിപ്പ് എല്ലാവരും പോയിരുന്ന് വർത്താനം പറഞ്ഞപ്പോഴും ഒരു ട്രിപ്പ് ഉണ്ണിയപ്പം ഇതേ അവസ്ഥയായി കരിഞ്ഞു പോയിട്ടാ. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഈ അവസ്ഥയാവും. ഒറ്റ ട്രിപ്പ് മൊത്തം കരിഞ്ഞു പോയിട്ടോ, ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. സൂപ്പർ ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ നമ്മുടെ ആ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടല്ലോ, കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഫോണിൽ കുത്തി തുടങ്ങി. ഇവിടെ വന്നാലുള്ള മെയിൻ പരിപാടിയാണ്. ഈ 4 ആൾക്കും 4 പേർക്കും ഫോണുള്ള കാരണം അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും എല്ലാം കിട്ടി കഴിഞ്ഞാൽ ഇവർ ഹാപ്പിയാണ്. അപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഓരോ ഭാഗത്ത് കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ നിറഞ്ഞു. ഞാനും കുറച്ച് നേരം കിടക്കാം കേട്ടോ. കിടന്നൊക്കെ എനിക്ക് വന്നതിന് ശേഷം അനിയൻ വന്നിട്ടുണ്ട്. അവൻ വണ്ടിയുമുള്ള റിപ്പയറിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ എനിക്ക് സന്ധ്യയായി കേട്ടോ. അപ്പോൾ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ഉമ്മർത്ത് നിന്ന് റോട്ടിലാണ് എല്ലാവരും കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ പാക്ക് ചെയ്തു. നമുക്ക് പോരാറായിട്ടാ വീട്ടിലേക്ക്. രാത്രിയായി ഒരു 6 മണി 6:30 7 മണിയോട് ശേഷം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇനി നാളെ നേരം വെളിച്ചാകുമ്പോൾ നിവേദിക്ക് പോകണം. അത് കാരണം വീട്ടിൽ നമ്മൾ നിന്നില്ല. അന്ന് തന്നെ രാത്രി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചു പോകുമ്പോൾ വലിയ ഹാപ്പി ഒന്നുമില്ല, എല്ലാവരും മുഖത്തും വിഷമമാണ്. ഈ വെക്കേഷനായിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ രാത്രി വീട്ടിലെത്തി. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ബിരിയാണിയും അതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ക്രിസ്മസ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഇങ്ങനെയായി. ഇനിയിപ്പോൾ വെക്കേഷൻ തുടങ്ങുമ്പോഴേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൾ വരും. അപ്പോൾ പിന്നെ നമുക്ക് 2 ദിവസം വേണമെങ്കിൽ വീട്ടിൽ പോയി നിൽക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.